ഇപ്പം നമ്മളൊക്കെ പേടിയില്ലാത്തത് നമ്മുടെ അമ്മമാരങ്ങനെ ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും. അതുപോലെ ഞങ്ങൾക്കും തന്നിട്ടുണ്ട്, താക്കോലൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ താക്കോലെന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്. അന്നത്തെ താക്കോല് പോലെയല്ല. ഇന്ന് നമ്പർ ലോക്ക് വരെയുണ്ട്. അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രഗ്നൻ്റ് ആയവർക്ക് നല്ലത്. അതുപോലെ 7-ാം മാസത്തിൽ ഭജന ഇരിക്കുന്ന സമ്പ്രദായമുണ്ട്. ക്ഷേത്രത്തിൽ പോയി നെയ്യ് സേവിക്കുക, ഭജന ഇരിക്കുക. ക്ഷേത്ര ദർശനം നല്ലതാണ്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞാൽ 7 മാസം വരെ ക്ഷേത്ര ദർശനം എപ്പോഴും നല്ലതാണ്. 7 മാസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് ചാൻസസ് കൂടുതലാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഡെലിവറി ആയി കഴിഞ്ഞാൽ അശുദ്ധമാവുന്ന സങ്കല്പമാണ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി ആവുന്നവരെ നമ്മൾ നാമം ജപിക്കണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമ ശിവായ ജപിച്ചാൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത്ര നല്ലതാണ്. അത്രത്തോളം മഹത്വമായ നാമമാണ് ഓം നമോ നാരായണായ, ഓം നമ ശിവായ. അതേപോലെ തന്നെ നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, രാമായണത്തിലെ ബാലകാണ്ഡം വായിക്കുക. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നല്ലൊരു കുഞ്ഞിനെ നമുക്ക് ജനനം നൽകാൻ പറ്റും. ആ കുഞ്ഞ് നമുക്കും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഒരു ഒരു അസറ്റായിട്ട്, അസറ്റായിട്ട് ഒരു ആസ്തിയായിട്ടിരിക്കും. എല്ലാവർക്കും നല്ലത്